നമ്മൾ പറഞ്ഞു ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കടമാണ് കിട്ടിയത്. ഇപ്പോൾ കടം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞു ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം 750 കോടി രൂപ വയനാട് റീഹാബിലിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. എങ്ങനെയാ പണം ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചിട്ടാണ്. സാർ, അങ്ങനെ പണം നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്തേണ്ടി വരും. ഇനിയായാലും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തിയിട്ടില്ല, ആശുപത്രിക്ക് കൊടുക്കേണ്ടത് നിർത്തിയിട്ടില്ല, സ്കൂളുകൾക്ക് കൊടുക്കേണ്ടത് നിർത്തിയിട്ടില്ല, ലൈഫ് പദ്ധതി ഇല്ലാതാക്കാൻ പറ്റില്ല, ഭക്ഷണരംഗത്ത് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ് നയം മാറണം. ആ ഗവൺമെൻറ് തന്നെ പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് യോജിപ്പില്ല. പിന്നെ അതിനകത്ത് ഞങ്ങൾ അഭിപ്രായം പറയുമോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ശ്രീ അനിൽകുമാറിനെ പോലെ സീനിയറായ ഒരു അംഗം പറയാൻ പാടില്ലായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടുണ്ടോന്ന്? സംസ്ഥാനത്ത് ഏത് മുഖ്യമന്ത്രിയാണ് ഡൽഹി പോയിട്ട് BJP ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ ഈ കാലയളവിൽ തയ്യാറായിട്ടുള്ളത്? അവിടെ പോയിട്ട് സമരം ചെയ്യാൻ? ഡൽഹി പോയി പറയുന്നത് കേരളത്തിൽ പറയുന്നതിനേക്കാൾ കുറഞ്ഞാണോ? പ്രധാനമന്ത്രിയുടെ മൂക്കിന് കീഴിൽ പാർലമെന്റ് സ്ട്രീറ്റിൽ കേരളത്തിലെ മന്ത്രിമാരും MLA മാരും ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചിരുന്നു. നിങ്ങളുടെ ഘടകകക്ഷികൾ മറ്റുള്ളിടത്തുനിന്ന് വന്നു. അവിടെ പോയിട്ട് പ്രധാനമന്ത്രിയുടെ മൂക്കിന് കീഴിൽ ഒരു സമരം ചെയ്യാൻ തയ്യാറായ, അതുപോലെ ഓരോ ദിവസവും ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. രാഷ്ട്രീയ നിലപാട് ഓരോ ദിവസവും പറയുന്നതാണ്. ഞങ്ങൾ ഒത്തുതീർപ്പാക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയേണ്ടി വരും, കേരളത്തിലെ LDFനോട് വന്ന് മത്സരിക്കാനാണോ വളരെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തയ്യാറാവേണ്ടതെന്ന ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും. ഇന്ത്യയിലെ LDFനെയും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയെയും, ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് നമ്മളൊക്കെ, ഇന്ത്യ മുന്നണി അല്ലെങ്കിലും ഇന്ത്യ ആ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നവരാ. ഞങ്ങൾ ദുർബലപ്പെടുത്താൻ നിന്നിട്ടില്ല. ഞങ്ങൾ അഭിപ്രായം പറയുന്നവരുമാണ്. കേരളത്തിൽ ശ്രീ അമിത്ഷാ വന്നപ്പോഴും മറ്റുള്ളവർ വന്നപ്പോഴും ഒക്കെ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമില്ല. സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ശക്തമായിട്ട് ആ നിലപാടുകൾ കൊണ്ടുപോകണം. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് ഓരോന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. ഇവിടെ പറഞ്ഞതിൻ്റെ കണക്കുകൾ ഓരോന്നും എടുത്ത് പിന്നെ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ടാക്സ് പലതും വർദ്ധിപ്പിച്ചിട്ടില്ല. മദ്യത്തിന് നികുതി വർദ്ധിപ്പിക്കാത്ത ഒരു കാലയളവായത്. എന്തുകൊണ്ടാണ് വർദ്ധിപ്പിക്കാഞ്ഞേ? ഡ്രഗ് സത്യത്തിൽ എല്ലാ 2 വർഷം കൂടുമ്പോഴെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ടത്. ഞാൻ പറയുന്നത് അതൊരു കൺസ്ട്രെയിൻ ഉണ്ട്. അതിനകത്ത് മദ്യത്തിൻ്റെ അളവ് കച്ചവടം അധികം കൂടുന്നില്ല. മദ്യത്തിന് ടാക്സ് കൂട്ടിയിട്ടില്ല. സാധാരണ 2 വർഷത്തിലേക്ക് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ 1 വർഷത്തിലേക്ക് കൂട്ടുന്നതാണ്. ഒരു കുപ്പിയുടെ ഒരു സെസ്സാണല്ലോ പറയുന്നത്, ഒരു കുപ്പിയിൽ വരുന്ന, അല്ലാതെ ഒരു പണവും കൂട്ടിയിട്ടില്ല. സാർ, ഇതുപോലെ മറ്റു പല GST വന്നതിന് ശേഷമുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ റെയ്ഡ് നടത്തുന്നുണ്ട്, ഇനിയും നടത്തുന്നുണ്ട്. അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ചെയ്യുന്ന കാര്യമില്ല. ഏത് കാര്യം വളരെ സീരിയസ് ആയിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും മറ്റ് MLA മാരും പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നു ആര് പറഞ്ഞാലും സീരിയസ് ആയ കാര്യം കൈകാര്യം ചെയ്യുന്ന സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. കാരണം സ്റ്റേറ്റിൻ്റെ വരുമാനമാണ്. സ്റ്റേറ്റിനെ വഞ്ചിക്കാൻ ഏതൊരു വ്യക്തി തയ്യാറായാലും, ഏതൊരാൾ ടാക്സ് വെട്ടിക്കാൻ നിന്നാലും അതിന് കീഴ്പ്പെടുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ ശ്വാസം മുട്ടിച്ചാൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് നയം മാർഗ്ഗം നമുക്ക് ജോയിൻ്റായിട്ട് ഇനി ഫൈറ്റ് ചെയ്യണം. ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കലി കേരളത്തിൽ ഇവിടെ വലിയൊരു ചോദ്യം വന്നു. ഈ ഹിന്ദു പത്രത്തിൻ്റെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി CM-ഉം ഞാനുമാണ് ഇരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിങ്ങളെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ വളരെ രാഷ്ട്രീയമായ എതിർപ്പാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളുണ്ടായിരുന്നല്ലോ ഈ ഇന്ത്യയിലെ 8 മന്ത്രിമാരുടെ കൂട്ടത്തിൽ. പക്ഷേ അവിടെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. നയം തുടരും. പക്ഷേ കേരളം ഉണ്ടാവണം, ഇന്ത്യ ഉണ്ടാവണം, സംസ്ഥാനങ്ങൾ ഉണ്ടാവണം. അതിനകത്ത് ഞങ്ങൾ ജോയിൻ്റായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ജോയിൻ്റായി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് കോടി രൂപ നമുക്ക് ഈ ഓരോ സമയത്തും നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ കേരളം എങ്ങനെ ഇതിനെ അതിജീവിക്കും? കേരളത്തിലെ ചെറുപ്പക്കാർ ലോകത്തെല്ലായിടത്തും പോയി ജോലി ചെയ്ത് മാത്രമല്ല, ഈ കേരളത്തിനകത്ത് ഈ ജോലി ചെയ്യാം, വ്യവസായം നടത്താം, അതിന് പറ്റുന്ന അന്തരീക്ഷമുണ്ട്. ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താനുള്ള നമ്മൾ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ധനകാര്യ രംഗത്ത് അതെല്ലാം ചേർത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്യാൻ നിൽക്കുന്നത്. ഇനിയും അത് കൂടുതൽ ജനകീയമായുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വന്ന സ്പിരിറ്റോട് ഉൾക്കൊണ്ട് തന്നെ കൂടുതൽ ജനകീയമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ധനകാര്യ വകുപ്പ് അക്കാര്യത്തിനകത്ത് പ്രവർത്തനം നടത്തുമെന്നും മാത്രമാണ് പറയാനുള്ളത് സാർ. അതുകൊണ്ട് ഈ പ്രമേയത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ച ഇതാണെങ്കിലും അങ്ങനെ ഒരു അടിയന്തര പ്രാധാന്യം എന്ന നിലയിൽ പ്രശ്നങ്ങളുള്ളൊരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് സാർ.